ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ AJ ടോയിൻബി എഴുതിയിട്ടുള്ള നെഹ്റു എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ആരാണ് AJ ടോയിൻബി, അതേപോലെ തന്നെ വാൾട്ടർ ക്രോക്കർ ആരാണ്? ഇത്തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നമ്മൾ അറിയേണ്ട കഥാപാത്രങ്ങളല്ല, രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ നമ്മൾ അറിയേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ടൈറ്റിൽ പറയുന്ന നെഹ്റുവിനെ കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് തന്നെയാണ് ഈ ചാപ്റ്ററിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ള ഈ ഒരു പോർഷൻ എഴുതിയിട്ടുള്ള AJ ടോയിൻബി ആരാന്നുള്ളതും അദ്ദേഹം എന്ത് ഇൻസിഡൻറ്റിൽ അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം എഴുതിയിട്ടുള്ളതെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം നമ്മുടെ ഈ AJ ടോയിൻബി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അർണോൾഡ് ജോസഫ് ടോയിൻബി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഹിസ്റ്റോറിയനും ഫിലോസഫറും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ഈ ചാപ്റ്റർ, നമുക്ക് നമ്മുടെ ഫ്രണ്ട് പേജിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇനി നമ്മൾ തിരിച്ചറിയേണ്ടത് വാൾട്ടർ ക്രോക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെയാണ്. ഈ വാൾട്ടർ ക്രോക്കർ എന്ന് പറയുന്നത് ഒരു ഓസ്ട്രേലിയൻ ഡിപ്ലോമാറ്റും അതേപോലെ തന്നെ സ്കോളറൊക്കെ ആയിട്ടുള്ള പണ്ഡിതനൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയായിട്ട് ഒരു വേൾഡ് വാർ സെക്കൻഡ് മുതൽക്ക് നല്ലൊരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ആക്ച്വലി ഓസ്ട്രേലിയൻ ആണെന്നുണ്ടെങ്കിലും വേൾഡ് വാർ സെക്കൻഡ് ശേഷം അദ്ദേഹം ഇന്ത്യയായിട്ട് അത്യാവശ്യം നല്ല റിലേഷനാണ് ഉള്ളത്. മാത്രമല്ല ഇന്ത്യയുടെ ആ ഒരു റിച്ച് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ഹിസ്റ്ററി, കൾച്ചർ, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഇൻട്രസ്റ്റഡ് ആണ്. അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനും കാര്യങ്ങളൊക്കെ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗാന്ധിനെ കുറിച്ചായിക്കോട്ടെ, നെഹ്റുവിനെ കുറിച്ചായിക്കോട്ടെ, രാജഗോപാലാചാര്യനെ കുറിച്ചായിക്കോട്ടെ, ഇവരടുത്തൊക്കെയും ഒരു ആദരവ് വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഈ വാൾട്ടർ ക്രോക്കർ. പേര് നമ്മൾ മാറരുത്, നമ്മുടെ റൈറ്റർ AJ ടോയിൻബി ആണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ വാൾട്ടർ ക്രോക്കർ എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ചാണ്. അങ്ങനെ അദ്ദേഹം നെഹ്റുവിൻ്റെ ഒക്കെ നല്ലൊരു ഫാൻ പോലെ അല്ലെങ്കിൽ ഒരുപാട് ആദരവുള്ളൊരു വ്യക്തിയാണ് നെഹ്റുവിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ നെഹ്റുവിനെ കുറിച്ച് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, നെഹ്റു എ കണ്ടംപററീസ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ബുക്കിന് വേണ്ടിയിട്ടൊരു ആമുഖം എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ AJ ടോയിൻബി. ആ ഒരു ആമുഖമാണ് നമുക്ക് പഠിക്കാനുള്ള നെഹ്റു എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, വാൾട്ടർ ക്രോക്കറിൻ്റെ നെഹ്റു എന്ന് പറയുന്ന ബുക്കിന്, നെഹ്റു എ കണ്ടംപററീസ് എസ്റ്റിമേറ്റ് എന്നുള്ള ബുക്കിന് നമ്മുടെ AJ ടോയിൻബി എഴുതിയിട്ടുള്ള ആമുഖമാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ള ഈ സെക്ഷൻ. അപ്പോൾ ഇത് ആക്ച്വലി ഒറിജിനൽ ബുക്കിൽ നിന്ന് ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം അവിടെ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ഒരു ആമുഖത്തിൽ ആ ഒരു പോർഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളിത് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നെഹ്റു ബൈ AJ ടോയിൻബി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ കുറേ സോഴ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കറക്റ്റായിട്ട് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്കിത് അത്യാവശ്യം ലെങ്തി ആണ്, എന്നാലും നമ്മളിത് ഒത്തിരി സമ്മറി ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പോയിന്റ്സ് വിട്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നത് കേട്ടോ. Many books have been written about Jawaharlal Nehru already. Probably many more are on their way and yet others will follow in years to come. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരുപാട് ബുക്കുകൾ ഇതുവരെ നെഹ്റുവിനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഇനിയും ഒരുപാട് ബുക്കുകൾ വരാനിരിക്കുന്നുണ്ട്. മച്ച് ഓഫ് ദിസ് വോളമിനിയസ് ലിറ്ററേച്ചർ വിൽ നോ ഡൗട്ട് ബി ephemeral, but I guess that Mr. Crocker's book will make a lasting place for itself and will continue to be read and pondered by serious students of Nehru's personality and achievements and of his failures and limitations too. അപ്പം അദ്ദേഹം പറയാണ്, അത്തരത്തിൽ എഴുതിപ്പെടുന്ന പല പുസ്തകങ്ങളും ചിലപ്പോൾ ക്ഷണികമായിരിക്കാം, അതായത് കുറച്ച് കാലം കഴിഞ്ഞ് അതിൻ്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടിട്ട് ആരും വായിക്കാതെ അല്ലെങ്കിൽ പുറം ലോകം കാണാതെ പോയേക്കാം. പക്ഷേ ഈ ഒരു ബുക്ക് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ക്രോക്കർ എഴുതിയിട്ടുള്ള ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻ, നെഹ്റുവിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ച്, ഫെയിലിയേഴ്സിനെ കുറിച്ച്, അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന, നെഹ്റുവിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും എല്ലാ കാലവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ബുക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. For great men and women like the rest of us are human and in rising above the average level of humanity they do not escape any more than we do the imperfection that is intrinsic to human nature. അതിപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്കൊക്കെയും ആ ഒരു ഹ്യൂമൻ നേച്ചറിൽ അതിൽ എന്താ പറയുക ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നെഹ്റു ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെ സ്വഭാവ സവിശേഷതകളാണുള്ളത്. അതിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ എഴുതുന്നു വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്സ് മാത്രം പറഞ്ഞു അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ്സ് ആയിക്കോട്ടെ, ലിമിറ്റേഷൻസ് ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സുകളായിക്കോട്ടെ, അതിനെക്കുറിച്ചൊക്കെയും പറഞ്ഞിട്ടുള്ള ഏത് ടൈപ്പ് ആളുകൾക്ക്, ഇപ്പോൾ കുറച്ച് എന്താ പറയുക ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആളുകൾക്കായിക്കോട്ടെ, സാധാരണക്കാരായ ആൾക്കാർക്കായിക്കോട്ടെ, അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വർക്കാണ് അദ്ദേഹം ക്രോക്കർ എഴുതി വെച്ചിട്ടുള്ളത്. There are two ways in which the biographer of a great man can astray. അപ്പം അദ്ദേഹം പറയാണ്, ഒരു ഫേമസ് ആയ ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതാൻ ആഗ്രഹിക്കുന്ന, ബയോഗ്രഫി എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് എയിമുകൾ വെക്കാം. He can ignore his hero's human weaknesses or he can dispute his subject's claim to be a hero by pointing out his weaknesses and rubbing them in. അപ്പോൾ അദ്ദേഹം പറയണം, ഒന്നുകിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവരുടെ ഹീറോയുടെ
വീക്ക്നെസ്സുകളെയൊക്കെ ഒഴിവാക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ക്രോക്കറിനെ കുറിച്ച് തന്നെ എടുക്കുക. ക്രോക്കർ എന്ത് ചെയ്യാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള നെഹ്റുവിനെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പോൾ നെഹ്റുവിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നെഹ്റുവിൻ്റെ വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കാം. അതേസമയം തന്നെ ഇതിൻ്റെ സബ്ജക്റ്റുകൾ വായനക്കാരായിട്ടുള്ള ആളുകളുടെ നെഗറ്റീവ്സുകൾ വേണമെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യാം. ഈ 2 ഐഡിയകളാണുള്ളത്. അതായത് ടോട്ടലി ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ആരെക്കുറിച്ചാണ് എഴുതുന്നത് അവരുടെ പോസിറ്റീവ്സ് മാത്രം എഴുതുക. അതിന് വേണ്ടിയിട്ട് അവരുടെ നെഗറ്റീവുകളെ ഇല്ലാണ്ടാക്കുകയും ചെയ്യാം, മറ്റുള്ളവരുടെ നെഗറ്റീവുകളെ എടുത്തു കാണിക്കുകയും ചെയ്യാം. Idealization and debunking resemble each other in being both alike unrealistic and misleading simplifications of the truth. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത് ഐഡിയലൈസേഷൻ ആൻഡ് ഡീബങ്കിങ്. ഐഡിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് നമ്മൾ വാഴ്ത്തിപ്പാടുമെന്ന് അറിയില്ലേ, ഒരു എന്താ പറയുക, നിലവിലുള്ളതിനേക്കാട്ടിലും ഒക്കെ ബെസ്റ്റ് ആയിട്ടുള്ള മാതൃകയാണ് ആ ഒരു വ്യക്തി എന്നുള്ള രീതിക്ക് വല്ലാണ്ട് ഒരാളെ നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നതിന് ഐഡിയലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീബങ്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴ്ത്തിക്കെട്ട്, നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ 2 കാര്യങ്ങളും നമുക്ക് ഒരേപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. ആസ് മിസ്റ്റർ ക്രോക്കർ പോയിന്റ് ഔട്ട്, ദ ട്രൂത്ത് അബൌട്ട് ഹ്യൂമൻ നേച്ചർ ഇസ് മോർ സട്ടിൽ ആൻഡ് കോംപ്ലക്സ് ആൻഡ് നെഹ്റൂസ് ക്യാരക്ടർ വാസ് ആൻ അൺയൂഷ്വലി കോംപ്ലക്സ് വൺ. അദ്ദേഹം പറയുന്നത് പൊതുവെ മനുഷ്യരുടെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. അതിൽ ഒന്നുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള നേച്ചറാണ് നെഹ്റുവിൻ്റേത്. വൺ ഓഫ് ദ ഗ്രേറ്റ് മെറിറ്റ്സ് ഓഫ് ദിസ് ബുക്ക് ഇസ് ദാറ്റ് it gives a picture of its subject that is true to life, and it does this with any touch of condescension or cold bloodedness. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ ഒരു ബുക്കിനകത്ത് അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവൻ ആരെക്കുറിച്ചാണ്, സ്വന്തം ലൈഫിനോട് സത്യസന്ധത പുലർത്തിയിട്ടുള്ള അല്ലെങ്കിൽ ട്രൂ ടു ലൈഫായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ എന്താ പറയുക, മറ്റുള്ളവരുടെ അടുത്ത് ആ ഒരു സുപ്പീരിയോറിറ്റി കാണിക്കാനോ അല്ലെങ്കിൽ ഒരു വികാരമില്ലായ്മ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോൾഡായി നിൽക്കുന്ന ഒരു അവസ്ഥ കാണിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് കാണിക്കാനോ ഒന്നും നിൽക്കാതെ വളരെ നല്ലൊരു മനുഷ്യനായിട്ട് നിന്നിട്ടുള്ള, സ്വന്തം ലൈഫിനോട് അത്രയും സത്യസന്ധത പുലർത്തിയിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് അദ്ദേഹം ക്രോക്കർ ഈ ഒരു വർക്കിലുടനീളം എഴുതിയിട്ടുള്ളത്. In his sharpest criticisms of some of Nehru's acts, Mr. Crocker presents the image of a man who is always great even when he is falling tragically below his own high standards. അപ്പം അദ്ദേഹം ആ ഒരു വാക്ക് കൂടെ എന്താ ചെയ്തിട്ടുള്ളത്, ആ ഒരു എന്താ പറയുക, ഒരു ഇമേജ് ഓഫ് എ മാൻ ഹു ഈസ് ഓൾവേസ് ഗ്രേറ്റ്, എല്ലായ്പ്പോഴും ഗ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ്. അതേ മനുഷ്യൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വീണു പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പോലും അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ആ ഒരു ഗ്രേറ്റ്നെസ് വിട്ടുകൊടുക്കാതെ തന്നെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ക്രോക്കർ എഴുതിയിട്ടുള്ളത്. ടു റൈറ്റ് എ ബയോഗ്രഫി ഓഫ് എനി ഹ്യൂമൻ ബീയിങ് ഇസ് ഡിഫിക്കൾട്ട്. ഏതൊരു മനുഷ്യനെ കുറിച്ചും ബയോഗ്രഫി എഴുതുക എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ്. ബട്ട് ദ ടാസ്ക് ഇസ് പെർട്ടിക്കുലർലി ഡിഫിക്കൾട്ട് വെൻ ദ സബ്ജക്ട് ഹാസ് പ്ലേഡ് എ ലീഡിങ് പാർട്ട് ഇൻ പബ്ലിക് ലൈഫ്. അത് കുറച്ചുകൂടെ ഡിഫിക്കൾട്ട് ആവുന്നത് എപ്പോഴാണ്, ഈ ഒരു വ്യക്തി ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ആ ഒരു വ്യക്തി പബ്ലിക്കലി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് അയാളെക്കുറിച്ച് എഴുതുക എന്നുള്ളത്. കാരണം അതിലൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പണി കിട്ടുകയും ചെയ്യും, മാത്രമല്ല ആളുകളെ തിരിച്ചറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫേമസ് ആയ ആളുകളുടെ ബയോഗ്രഫി എഴുതുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Is the writer to concentrate on her subject's life or on her times? അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് ഈ എഴുതുന്ന വ്യക്തികൾ ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ നമ്മൾ എഴുതുന്നത്, ഇവിടെ നമ്മൾ നെഹ്റുവിൻ്റെ കേസ് എടുക്കാം, അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതോ അയാൾ ജീവിച്ച കാലഘട്ടത്തിലാണോ എന്നാണ് ചോദിക്കണം. ആൻഡ് ഇഫ് ഹിസ് ടു ഡീൽ വിത്ത് ബോത്ത്, ഹൗ ഇസ് ടു റിലേറ്റ് ദം ടു ഈച്ച് അതർ. അപ്പോൾ അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ രണ്ടും വെച്ചിട്ടാണ് എഴുതണമെങ്കിൽ ആ ഒരു വ്യക്തിയെയും ആ വ്യക്തി ജീവിച്ച കാലഘട്ടത്തെയും കുറിച്ച് ഒരുപോലെ എഴുതണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിനു സാധിക്കും എന്നാ പറയുന്നത്, ഇതിനെ റിലേറ്റ് ചെയ്യാൻ ഹൗ ഇസ് ഹി ടു റിലേറ്റ് ദം ടു ഈച്ച് അതർ, പരസ്പരം എങ്ങനെയാണ് അതിനെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നൊരു സംശയം അദ്ദേഹത്തിന് തോന്നുകയാണ്. Nehru is one of those eminent public figures that would have been both great and vastly interesting if they had remained in a private section. അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള, അത്രയും പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ഒരു വ്യക്തി, അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള വ്യക്തി തന്നെയായിരുന്നു ആര്, നമ്മുടെ ജവഹർലാൽ നെഹ്റു. Yet, since Nehru made a big mark on the history of the times in which he lived, his personal life has to be placed in the setting of a contemporary history of India and indeed of the whole world. For in Nehru's generation, the world was growing together for good or evil into unity, and Nehru was a pioneer in taking nothing less than the world itself as a field for his public activity. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നല്ലതിനാണെങ്കിലും ചീത്തയ്ക്കാണെന്നുണ്ടെങ്കിലും ആളുകൾ യൂണിറ്റിയോട് കൂടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരുന്ന നമ്മൾ അവിടെ ഈ തമ്മിത്തല്ലുണ്ടായിരുന്നില്ല. ബേബി ഒന്നിച്ച് മുന്നോട്ട് വരുന്ന ചീത്തയായിട്ടുള്ളൊരു കാര്യത്തിനായിരിക്കാം, എന്നിരുന്നാലും അവർ തമ്മിലുള്ള ഒരു യൂണിറ്റി എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. മാത്രമല്ല
ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച അദ്ദേഹത്തിൻ്റെ ലൈഫായിട്ട് അദ്ദേഹം മാറ്റിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പബ്ലിക് ആക്ടിവിറ്റിയുടെ ഒരു ഫീൽഡായിട്ട് അദ്ദേഹം യൂസ് ചെയ്തിരുന്നത് ആ ഒരു ലോകത്തിനെ തന്നെയായിരുന്നു. മിസ്റ്റർ ക്രോക്കർ ഹാസ് ബീൻ മാർക്കറ്റ്ലി successful in coping with this problem that besets all biographers whose subjects are statement. He has special qualifications for the job. He himself has had a varied and distinguished experience of public affairs, including the experience of dealing with Nehru officially, and he is also interested in human character for its own sake, in his own words. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ഒരു എന്താ പറയുക, ക്രോക്കറിനെ വെച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പബ്ലിക് ഫിഗേഴ്സായിട്ട് ഗ്രേറ്റ് മാൻമാരുമായിട്ടൊക്കെ ഇടപഴകി നല്ല ശീലമുണ്ട്. അപ്പോൾ എത്തരത്തിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ കുറിച്ച് എങ്ങനെയൊക്കെ നമ്മൾ എഴുതണം എന്നതിനെക്കുറിച്ച് നല്ല ഒരു ബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ക്രോക്കർ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വേർഡ് കോട്ട് ചെയ്യാണ്, ഒരു സെൻറ്റൻസ് കോട്ട് ചെയ്യാണ്. ഇറ്റ് വാസ് മൈ ജോബ് ടു വാച്ച് നെഹ്റു ഡേ ബൈ ഡേ. ഹാഡ് മൈ ജോബ് ഇൻ ഡൽഹി ബീൻ എനിത്തിങ് എൽസ് ഐ വുഡ് സ്റ്റിൽ ഹാവ് വാച്ച്ഡ് ഹിം ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ്, almost helpless interest. He was interesting because of his political importance, but still more interesting because of himself. അപ്പോൾ അദ്ദേഹം പറയുകയാണത്, ക്രോക്കർ പറഞ്ഞിട്ടുള്ളൊരു കോട്ടാണ്. അതായത് എൻ്റെ ജോലി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ വാച്ച് ചെയ്യാന്ന് തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്വഭാവം വെച്ചിട്ട് മാത്രമല്ല, പ്രാധാന്യം വെച്ചിട്ട് മാത്രമല്ല, അദ്ദേഹം എന്ന വ്യക്തിയുടെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് പോലും, അല്ലെങ്കിൽ അതുകൂടെ ചേർത്ത് വെച്ചിട്ട് ഞാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിട്ട് മാറുകയെന്ന് പറഞ്ഞില്ലേ. അപ്പം അത്തരത്തിൽ അദ്ദേഹത്തിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ, അദ്ദേഹത്തിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു കാര്യമായിരുന്നു. This synoptic vision of Nehru the statesman and Nehru the human being and his first-hand acquaintance with Nehru in both aspects are two features of Mr. Crocker's book that are going to give it an enduring value. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം ക്രോക്കർ ആദ്യമായിട്ട് നെഹ്റുവിനെ കണ്ട ആ ഒരു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഹാൻഡ് അക്വൈൻറ്റൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരിട്ട് കണ്ട ഫസ്റ്റ് ഹാൻഡ് അക്വൈൻറ്റൻസിനോടാണ് ഉദ്ദേശിക്കുന്നത്. നേരിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ ഒരു ബുക്കിനകത്ത് നമ്മളിനിപ്പോൾ ഇതൊരു ആമുഖമായിട്ട് എഴുതിയെന്ന് പറഞ്ഞില്ലേ, ഒറിജിനലായിട്ട് ക്രോക്കർ എഴുതിയിട്ടുള്ള ആ ബുക്കിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. 50 years from now, later biographers and historians will probably have more written documents accessible to them than Mr. Crocker has had in 1965. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊക്കെ ശേഷം ഒരു 10-50 വർഷമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 10-50 വർഷങ്ങൾക്ക് ശേഷം എഴുതിയിട്ടുള്ള ബയോഗ്രാഫേഴ്സിനൊക്കെ മേ ബി മിസ്റ്റർ ക്രോക്കർ 1965 എഴുതിയിട്ടുള്ള അതിൽ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസിനേക്കാളൊക്കെ കൂടുതൽ വിവരങ്ങൾ ചിലപ്പോൾ പറയാനായിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഇൻഫോർമേഷൻ കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ബട്ട് ദ മോസ്റ്റ് ഇല്ലുമിനേറ്റിംഗ് ഓഫ് ഓൾ ഡോക്യുമെന്റ്സ് ഇസ് ഫസ്റ്റ് ഹാൻഡ് നോളജ്. പക്ഷെ അദ്ദേഹം പറയുന്നത്, ടോയിൻബി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ ശരിയാണ്, ഒരുപാട് മേ ബി പിക്ചറുകളായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ അതിനേക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് ഈ ഫസ്റ്റ് ഹാൻഡ് നോളജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാൻഡ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞ് ഫീൽ ചെയ്തെടുത്തിട്ടുള്ള അറിവുകൾ. അപ്പോൾ നമ്മുടെ ക്രോക്കറിനെ സംബന്ധിച്ച് അദ്ദേഹം നെഹ്റു ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ്, നെഹ്റുവിനെ നേരിട്ട് കണ്ട വ്യക്തിയാണ്, പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതെന്താണ്, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് നോളജ് ആണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇന്ന് ജീവിക്കുന്ന ബയോഗ്രാഫേഴ്സ് എത്രത്തോളം ഇൻഫോർമേഷൻ കൂടുതൽ അവരുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. Mr. Crocker has lived with his subjects and has felt in himself the feelings that Nehru produced in the hearts of his contemporaries. A contemporary's impressions are priceless and they are irreplaceable. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ കാലത്തെ ആളുകളുടെ ഹൃദയത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആര്, നെഹ്റു എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇംപ്രഷൻ എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക വില മതിക്കാനാവാത്തതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് പകരം വെക്കാനായിട്ട് മറ്റൊരു വ്യക്തിയെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. A posthumous academic study of the archives can be a supplement to them but not a substitute for them. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ടുവച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് കണ്ടറിഞ്ഞ് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളെക്കാൾ വലുതായിട്ട് എത്രയൊക്കെ ഇൻഫോർമേഷൻ ഉള്ള ആളുകളാണെങ്കിലും നെഹ്റുവിൻ്റെ മരണശേഷം അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നല്ല പറയണം, അതായത് അതിനെ വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം നേരിട്ട് കണ്ടറിഞ്ഞ ഒരു വ്യക്തി എഴുതുന്ന കാര്യം തന്നെയാണ് എത്രത്തോളം എന്താ പറയുക, മേ ബി വേർഡ്സ് കുറവായിരിക്കാം, മേ ബി അതിൻ്റെ ഭാഷ കുറച്ചും കൂടെ എന്താ പറയുക നിലവാരം കുറഞ്ഞതായിരിക്കാം. എന്നിരുന്നാലും അതിലൊക്കെയും എന്താണ്, ആ ഒരു നേരിട്ട് കണ്ടറിഞ്ഞ വ്യക്തി എന്നുള്ളതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേൽക്കോയ്മ ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് പറയണം. മോസ്റ്റ് പീപ്പിൾ മിസ്റ്റർ ക്രോക്കർ റൈറ്റ്സ് ഫൗണ്ട് നെഹ്റു ക്യാപ്റ്റിവേറ്റിംഗ്. അപ്പോൾ ഒരുപാട് ആളുകൾ മിസ്റ്റർ ക്രോക്കർ പറയുകയാണ്, അതായത് നെഹ്റു എന്ന് പറയുന്നത് വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആണ്. ക്യാപ്റ്റിവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആകർഷിക്കുന്ന, നമ്മളിങ്ങനെ വീഴ്ത്തുക എന്ന് പറയില്ല, നമ്മൾ ഭയങ്കര ആയിട്ട് നമ്മളെ ആകർഷിക്കാൻ കഴിവുള്ള ആളെന്ന് പറയില്ലേ. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് നെഹ്റു എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്.
ഐ സർട്ടൻലി ഡിഡ്. അപ്പോൾ അദ്ദേഹം പറയാം ഞാനും അങ്ങനെ തന്നെയാണ്, കാരണം ഞാനും അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. വെൻ ഇൻ ഹിസ് പ്രസൻസ് ഐ യൂഷ്വലി ഫൗണ്ട് ഇറ്റ് നെസസറി ടു കീപ് ജോൾട്ടിങ് മൈസെൽഫ് ബാക്ക് ഇൻ ടു ഡിറ്റാച്ച്മെന്റ്. അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഐ യൂഷ്വലി ഫൗണ്ട് ഇറ്റ് നെസസറി ടു കീപ് ജോൾട്ടിങ് മൈസെൽഫ് ബാക്ക് ഇൻ ടു ഡിറ്റാച്ച്മെന്റ്. ഒരു ഒബ്ജക്റ്റീവായിട്ട് നിൽക്കേണ്ടുന്നതിൻ്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മളൊരു പൊളിറ്റീഷ്യൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് മാൻ്റെ അടുത്താണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിക്ക് നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് നിൽക്കേണ്ടതിൻ്റെ ആവശ്യത്തിനെ കുറിച്ച് അദ്ദേഹം എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇഫ് ഐ മേ സ്പീക്ക് ഇൻ പാരന്തസിസ് ഫോർ മൈസെൽഫ് ഐ ക്യാൻ റിപ്പോർട്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ഹാവ് ടു ട്രൈ ടു പ്രാക്ടീസ് ഡിറ്റാച്ച്മെന്റ് towards Nehru in my own far less frequent meetings with him, since I had no official business to transact with him. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരിക്കലും അദ്ദേഹത്തിന് നെഹ്റുവായിട്ടൊരു ഒരു ഒബ്ജക്റ്റീവ് റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. സോ ഐ കുഡ് ലെറ്റ് മൈ ക്യാപ്റ്റിവേഷൻ ബൈ ഹിം ഹാവ് എ ഫ്രീ റെയിൻ ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് ക്യാരിങ് മീ ടു ദ ലെങ്ത് ഓഫ് ലവിങ് ഹിം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ശരിയാണ്, ഞാൻ അദ്ദേഹത്തിനായിട്ട് എനിക്ക് ഭയങ്കര ആരാധനയാണ്, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് കീഴടങ്ങി പോകുന്ന പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ആകർഷിക്കപ്പെട്ടു പോകുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അതിലുപരിയായിട്ട് എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര സ്നേഹമാണ് എന്നാണ് പറയുന്നത്. It is unusual to love someone with whom one's acquaintance has been slight. Yet, love is not too big a word for my feelings for Nehru. അപ്പോൾ അദ്ദേഹം പറയുന്നത് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് നെഹ്റുവിനോടുള്ള സ്നേഹത്തിനെ കാണിക്കാൻ വേണ്ടി പര്യാപ്തമല്ല, അതിനെക്കാട്ടിലൊക്കെ ഉപരിയുള്ള സ്നേഹവും ആദരവൊക്കെ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. I felt towards him something of what one usually feels only towards one's closest friends and towards the members of one's inner family circle. അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് അദ്ദേഹത്തിനോട് തോന്നിയിട്ടുള്ളത് എൻ്റെ വളരെ ക്ലോസ് ആയ സുഹൃത്തുക്കളോട് തോന്നുന്ന പോലെ, അല്ലെങ്കിൽ വളരെ ക്ലോസ് റിലേറ്റീവ്സിനോട് തോന്നുന്ന പോലത്തെ ഒരു അറ്റാച്ച്മെന്റ് ആണ്. ഐ ഹാവ് മെറ്റ് അതർ ഗ്രേറ്റ് മെൻ ആൻഡ് വിമൻ ആൻഡ് ഹാവ് ഫെൽറ്റ് ടുവേർഡ്സ് ദം ദ അഡ്മിറേഷൻ കമ്പൈൻഡ് വിത്ത് ഓ ദാറ്റ് വൺ ഫെൽറ്റ് ഓഫ് കോഴ്സ് ഇൻ നെഹ്റുസ് പ്രസൻസ് ടു. അപ്പോൾ ഇത്തരത്തിൽ ശരിയാണ്, എനിക്ക് വേറെയും ഫേമസ് ആയ ഒരുപാട് സ്ത്രീകളെ പുരുഷന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്, അവരെടുത്തും എനിക്ക് പറഞ്ഞ മാതിരിക്ക് ആരാധനയും സ്നേഹമൊക്കെ തോന്നിയിട്ടുണ്ട്. ബട്ട് നെഹ്റു ഹാസ് ബീൻ യുണീക്ക് എമംഗ് ദം ഇൻ അറൗസിങ് ദിസ് വാംത്ത് ഓഫ് ഫീലിംഗ് ഇൻ മീ. പക്ഷെ ഇത്രയും ആ ഒരു വാംത്ത്, ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, ഒരു സ്നേഹം, ഒരു ആദരവ് എനിക്ക് തോന്നിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ തോന്നിയിട്ടുള്ള ഒരു വ്യക്തി നെഹ്റു മാത്രമാണ്. അതുപോലത്തെ ഒരു ഫീൽ എനിക്ക് വേറെ ഏത് ഫേമസ് പേഴ്സണാലിറ്റിയിൽ നിന്നും കിട്ടിയിട്ടില്ല. I also shared with Mr. Crocker a feeling that comes out in many places in his book. അപ്പോൾ ഈ ഒരു ബുക്കിനകത്ത് വന്നിട്ടുള്ള ഒരു എന്താ പറയുക കുറച്ച്, അതായത് ഐ ഓൾസോ ഷെയർഡ് വിത്ത് മിസ്റ്റർ ക്രോക്കർ എ ഫീലിംഗ് ദാറ്റ് കംസ് ഔട്ട് ഇൻ മെനി പ്ലേസസ് ഇൻ ദിസ് ബുക്ക്. ഈ ഒരു ബുക്കിനകത്ത് പല സ്ഥലങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഞാൻ ഓൾസോ അതുകൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ ടോക്ക് ഡിലൈറ്റ് ഇൻ നെഹ്റു ആസ് എ ബ്യൂട്ടിഫുൾ ലിവിംഗ് ക്രിയേച്ചർ, വൺ ഓഫ് ദ നോബൽ വർക്ക്സ് ഓഫ് ഗോഡ്സ് ക്രിയേഷൻ. അപ്പോൾ അദ്ദേഹം ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വളരെ നല്ല മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ നല്ലൊരു നോബൽ വർക്കായിട്ട് തന്നെ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നെഹ്റു. ഹി ഡിലൈറ്റഡ് മീ ബൈ ഹിസ് യൂത്ത്ഫുൾനെസ് ഓഫ് സ്പിരിറ്റ് ആൻഡ് ബോഡി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിലും ശരീരത്തിലും ഒക്കെയുള്ള ഒരു യുവത്വം കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. എ യൂത്ത്ഫുൾനെസ് ദാറ്റ് ഹി റിറ്റെയിൻ ടിൽ ആഫ്റ്റർ ഹി ഹാഡ് ടേൺ 70. 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷവും ആ ഒരു യുവത്വത്തിനൊരു കുറവും സംഭവിച്ചിട്ടില്ല, ഒരു ചുറുചുറുക്കിനൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയണം. He delighted me by his spontaneity, by his utter freedom from pompousness, and by his complete immunity to the corrupting influence of power. അപ്പോൾ അദ്ദേഹം പറയണം അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക സ്പോണ്ടേനിറ്റി, പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനും പറയാനൊക്കെയുള്ള ഒരു കഴിവ്, അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക യാതൊരു തരത്തിലുള്ള ഒരു അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നും കാണിക്കാത്ത തരത്തിലുള്ള ഒരു സ്വഭാവം, അതേപോലെ തന്നെ പവർ, എൻ്റെ കയ്യിൽ പവർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിനൊന്നും എന്താ പറയുക ചൂഷണം ചെയ്യാതെ, അതൊന്നും ഉപയോഗിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അതിൽ നിന്നൊക്കെയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എതിർത്ത് നിന്നിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. When I saw him for the last time and found him now bowed down by the burden of the China crisis, I felt a grief which was something more than sorrow on his personal account. അപ്പോൾ അദ്ദേഹം ചൈന ക്രൈസിസിൽ ആ ഒരു പ്രശ്നം അനുഭവിച്ചിരുന്ന സമയത്ത് ഇത് നമ്മുടെ റൈറ്റർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. It was sorrow over a human being's unescapable fall in the end to time's wreckful siege of battering days. അപ്പോൾ ഒരു എന്താ പറയുക രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലൊരു വീഴ്ച വീഴുന്ന ഒരു മനുഷ്യനോട് തോന്നുന്ന തരത്തിലുള്ള ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നു. നെഹ്റു ഹാഡ് വിത്ത്സ്റ്റുഡ് ദിസ് siege so triumphantly for so long that one had come to feel that here was one human being of whom time was not going to get the better, and Nehru's long triumph over time seemed like a triumph for all humanity. പക്ഷെ അതൊന്നും എന്ത് ചെയ്തില്ല, ഒരുപാട് കാലത്തേക്കൊന്നും അദ്ദേഹത്തിന് സഫർ ചെയ്യേണ്ടി വന്നില്ല. അദ്ദേഹം തീർച്ചയായിട്ടും എന്ത് ചെയ്തു, പൂർണ്ണ
ആയിട്ട് അതിൽ നിന്നൊക്കെ മുക്തി നേടി അദ്ദേഹം വിജയിച്ച് മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ വെൻ നെഹ്റു ടു circumambulate last this brought home to one the poignancy of human life even at its slightest potency. Does it sound excessive or not? It was what I truly felt like Mr. Crocker. I was captivated. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ കൂടിപ്പോയോ? അല്ല, അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കില്ല. കാരണം എനിക്ക് എന്താണോ ഫീൽ ആയത് അതാണ് ഞാൻ പറയുന്നത്. മിസ്റ്റർ ക്രോക്കർ എന്നെ പറ്റി പറഞ്ഞ മാതിരിക്ക് ക്യാപ്റ്റിവേറ്റഡ്, ഞാൻ എന്താണ് അത്രയും ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും ഞാൻ അദ്ദേഹത്തിന്റെ ഫാനായിട്ട് മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വീണ്ടും അഡ്മിറ്റ് ചെയ്യാണ്. What is extraordinary about the strength of the feeling that Nehru could arouse and did arouse in me, for example, is that this lovable man seems to have developed something like a horror of intimacy, and this aloofness is one reason why, unlike Gandhi, he evoked respect rather than love in those working with him. അപ്പോൾ അദ്ദേഹം പറയുകയാണ് കുറച്ച് വ്യത്യസ്തമായിട്ട് നെഹ്റുവിൽ ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിനെ പോലെയൊന്നല്ല. ഇദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇദ്ദേഹം മറ്റുള്ളവരുടെ മനസ്സിൽ അദ്ദേഹത്തിനോട് സ്നേഹം തോന്നിക്കുന്നതിനേക്കാൾ ഉപരി റെസ്പെക്ട് തോന്നിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഒരാളെടുത്ത് ഒരു പേഴ്സണൽ ഇൻറ്റിമസി വെക്കാൻ അദ്ദേഹം വലിയ താല്പര്യം കാണിക്കാത്തതുപോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്. നെഹ്റുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സ്നേഹം തോന്നുന്നതിനേക്കാൾ ഉപരി ഒരു റെസ്പെക്റ്റ് ആണ് അവിടെ ഫീൽ ചെയ്യുക. പക്ഷേ ഗാന്ധി എന്ന് പറയുമ്പോൾ അദ്ദേഹം വേറൊരു രീതിക്കുള്ള പെരുമാറ്റം ആയതുകൊണ്ട് തന്നെ റെസ്പെക്റ്റിനൊപ്പം തന്നെ സ്നേഹം ചില സമയങ്ങളിൽ നമുക്കൊന്ന് മേൽക്കോയ്മ നേടുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ഐ എം ഷുവർ ദാറ്റ് ദിസ് ജഡ്ജ്മെന്റ് ഓഫ് മിസ്റ്റർ ക്രോക്കർ ഹിറ്റ്സ് ദ ട്രൂത്ത് ആൻഡ് ഐ തിങ്ക് ദ അപ്പാരന്റ് പാരഡോക്സ് ഇസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ വേർഡ്സ് ഇൻ ദോസ് വർക്കിംഗ് വിത്ത് ഹിം. Mr. Crocker points out as one of Nehru's defects from his official colleagues and subordinates' point of view that he lavished on strangers, including people of no political importance, precious time and energy and kindness on which his fellow workers in public affairs felt, not unreasonably, that they had a prior claim. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബുക്കിനകത്ത് അദ്ദേഹം ക്രോക്കർ പറയുന്നുണ്ട് നമ്മുടെ നെഹ്റുവിൻ്റെ കൊളീഗ്സിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് കാണിക്കുന്നതിനേക്കാൾ ഇൻറ്റിമസിയും സ്നേഹവും സമയവും ഒക്കെ അദ്ദേഹം ചെലവഴിച്ചിരുന്നത് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പബ്ലിക്കലി ഒട്ടും ഫേമസ് അല്ലാത്ത, പൊളിറ്റിക്കലി ഒട്ടും സ്ട്രോങ് അല്ലാത്ത സാധാരണക്കാരായ ആളുകളുടെ അടുത്താണ് അദ്ദേഹം ഒന്നും കൂടെ അറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നിയിട്ടുള്ളത്. ഐ ആം കോൺഷ്യസ് ദാറ്റ് ഐ ഹാവ് ബീൻ വൺ ഓഫ് ദ ബെനിഫിഷ്യറീസ് ഓഫ് this characteristics of Nehru's characteristic that was so amiable for comparative strangers like me, but was for this very reason rather exasperating for people who were closer to him. അപ്പോൾ അദ്ദേഹം പറയാണ് ഇത്തരത്തിൽ സംഭവം ശരിയാണ്, പക്ഷേ നെഹ്റുവിൻ്റെ കേസിൽ ഈ കാര്യത്തിൽ ഞാനും ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് ഞാനൊട്ടും അത്രയൊന്നും അദ്ദേഹത്തെ പോലെ ഫേമസ് അല്ലാത്ത, പൊളിറ്റിക്കലി സ്ട്രോങ് അല്ലാത്ത ഒരു വ്യക്തിയാണ്. എന്നിരുന്നാലും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടെന്നാ പറയണം, ആസ് എ സ്ട്രേഞ്ചർ എനിക്ക് ആ ഒരു സ്നേഹവും കെയറും ആ ഒരു അറ്റാച്ച്മെൻറ്റും ഒക്കെ ഫീൽ ആയിട്ടുണ്ട്. ഇൻ ദിസ് നെഹ്റു ഇല്ലസ്ട്രേറ്റ് സംതിങ് ദാറ്റ് ഇസ് പെർഹാപ്സ് കോമൺ ടു ഓൾ പവർഫുൾ പേഴ്സണാലിറ്റീസ്. അപ്പോൾ എല്ലാ പവർഫുൾ പേഴ്സണാലിറ്റീസിലുമുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കും. ദെയർ റേഡിയേഷൻ പ്രൊഡ്യൂസസ് ഡിഫറെൻറ്റ് എഫക്ട്സ് അറ്റ് ഡിഫറെൻറ്റ് റേഞ്ചസ്. അറ്റ് എ മിനിമം റേഞ്ച് ഇറ്റ് മേ ബി ബെനിഫിഷ്യൻ വൈൽ അറ്റ് എ ക്ലോസർ റേഞ്ച് ഇറ്റ് മേ ബി ഓൾമോസ്റ്റ് സിയറിങ്. അപ്പോൾ പറയണം ഓരോരുത്തരടുത്തും ഓരോ റേഞ്ചിൽ നിൽക്കുമ്പോൾ നമുക്ക് പല പല ഫീലിങ്ങുകളാണ് തോന്നുക. ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് മേ ബി നമുക്ക് ഗുഡ് എന്ന് തോന്നുന്നത് ഒരു കുറച്ചും കൂടെ ക്ലോസറായി നിൽക്കുന്ന സമയത്ത് നമുക്ക് അത്ര തന്നെ സുഖമുള്ള രീതിക്കായിരിക്കില്ല നമുക്ക് തോന്നുക. However, at close range too, നെഹ്റു കുഡ് വിൻ ലവ് ആൻഡ് കീപ്പ് ഇറ്റ്. പക്ഷെ അതേസമയം നെഹ്റുവിൻ്റെ കേസ് ആണെങ്കിൽ ഇങ്ങനെയാണ്, ക്ലോസ് റേഞ്ചിലായാലും മീഡിയം റേഞ്ച് ആയാലും നമുക്ക് ആ ഒരു ലവും ആ ഒരു റെസ്പെക്റ്റും ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഹി വൺ ആൻഡ് കെപ്റ്റ് ഷെയ്ഖ് അബ്ദുള്ളാസ് ലവ്. For instance, though Nehru's past official transaction with this old friend and colleague had been to hold him in prison for 11 years. ഷെയ്ഖ് അബ്ദുള്ള ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ കേസിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ലാസ്റ്റ് അവർ തമ്മിലുണ്ടായിട്ടുള്ള ഒരു കണക്ഷൻ, ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓൾഡ് സുഹൃത്തായിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ ഷെയ്ഖ് അബ്ദുള്ളേനെ 11 years പ്രിസണിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഷെയ്ഖ് അബ്ദുള്ളയും നെഹ്റുവും തമ്മിൽ ലാസ്റ്റ് ഒരു കണക്ഷൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത്രയും ആഴത്തിലായിരുന്നു എന്നാണ് പറയണം. യെറ്റ് വെൻ നെഹ്റൂസ് ബോഡി വാസ് ബീങ് ക്രിമേറ്റഡ് ബിഫോർ ദ ഫയർ ഹാഡ് ഡൈഡ് ഡൗൺ, ഷെയ്ഖ് അബ്ദുള്ള കെപ്റ്റ് ഓൺ ദ പ്ലാറ്റ്ഫോം ആൻഡ് വീപ്പിംഗ് അൺറെസ്ട്രെയിൻഡ്ലി ത്രൂ ഫ്ലവേഴ്സ് ഓൺ ടു ദ ഫ്ലെയിംസ്. അപ്പോൾ അദ്ദേഹം പറയണം ഇതൊക്കെയും കഴിഞ്ഞ് അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത്
ഷെയ്ഖ് അബ്ദുള്ള ഇറങ്ങിയ സമയത്ത് അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, നെഹ്റുവിൻ്റെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു മരിച്ചതിന് ശേഷം ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്നത് അദ്ദേഹം അത്രയും എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് കരഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ വിഷമം നമുക്ക്, അല്ലെങ്കിൽ അവർ നമ്മളുടെ കണക്ഷൻ നമുക്ക് ആ വിഷമത്തിൽ നിന്ന് മനസ്സിലാവുണ്ടായിരുന്നു. മിസ്റ്റർ ക്രോക്കർ റെക്കോർഡ്സ് ദാറ്റ് വൈ നെഹ്റു വാസ് holding Sheikh Abdullah in prison, he took an active interest in the well-being of the Sheikh's family, including the education of his son, and had the young man to his house. I think this could have happened only in India, but besides being something generically Indian, but it was also something characteristically Nehruesque. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഷെയ്ഖ് അബ്ദുള്ള ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാനും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പഠനം നോക്കാനും ഒക്കെ മുന്നിൽ നിന്നിട്ടുള്ള വ്യക്തി നമ്മുടെ നെഹ്റു ആയിരുന്നു. ഇറ്റ് ഈസ് നെഹ്റുസ്ക്യൂ എന്നുള്ളത് ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന ഒരു സ്വഭാവം, അതിന് സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ടൊരു ടൈറ്റിൽ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. It is impossible to do full justice to Mr. Crocker's book without quoting it in extenso, which in a forward, which would be an unpardonable misdemeanor. So I must simply refer to the reader to the passages in which the writer deals with other facets of Nehru's character. അപ്പോൾ ഇത്തരത്തിൽ വേറെ ഏതൊക്കെ സെക്ഷനുകളിലാണ് നെഹ്റുവിൻ്റെ പല പല ക്യാരക്ടറുകളെ കുറിച്ച് പറയുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ കോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹിസ് കോമ്പിനേഷൻ ഓഫ് ക്ലവർനെസ് ആൻഡ് ഗുഡ്നെസ്, നെഹ്റുവിൻ്റെ ബുദ്ധിശക്തി, അതേപോലെ തന്നെ അവർ നന്മ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരുപാട് സെക്ഷനുകളുണ്ട്. ആൻഡ് എബവ് ഓൾ ഹിസ് കറേജ്, ദ വെർച്യൂ ദാറ്റ് ദ മോസ്റ്റ് അഡ്മയർഡ് ആൻഡ് ദാറ്റ് ഹി സൂപ്പർബ്ലി പ്രാക്ടീസ്ഡ്. അദ്ദേഹത്തിൻ്റെ ധൈര്യം, അതേപോലെ നന്മ, ഇതൊക്കെയും അദ്ദേഹത്തിൻ്റെ പല പല ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിനെക്കുറിച്ചൊക്കെയും ഈ വർക്കിൽ എഴുതിയിട്ടുണ്ട്. മിസ്റ്റർ ക്രോക്കർ ഓൾസോ പുട്ട്സ് നെഹ്റു ഇൻ ഹിസ് സെറ്റിംഗ് in time and space as being, besides the unique personality that he was, the historical product of 3,000 years of Brahmin lineage and of a century and a half of British radical and rationalist philosophy. He puts him too in relation to some of his outstanding Indian contemporaries, for example Rajagopalachari and Krishna Menon. അപ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന മറ്റുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച്, രാജഗോപാലാചാര്യയെ കുറിച്ച്, കൃഷ്ണ മേനോനെ കുറിച്ചൊക്കെ അദ്ദേഹം ഈ വർക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. മിസ്റ്റർ ക്രോക്കർ സ്കെച്ച് ഓഫ് കൃഷ്ണ മേനോൻ ഇസ് പെർട്ടിക്കുലർലി ഇൻട്രസ്റ്റിംഗ്. അതിൽ തന്നെ കൃഷ്ണമേനോനെ കുറിച്ച് മിസ്റ്റർ ക്രോക്കർ എഴുതിയിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം ലൈഫ് ആൻഡ് ഇറ്റ് ഡിഫർ കൺസിഡറബിളി ഫ്രം ദി കൺവെൻഷണൽ പിക്ചർ ഓഫ് ഇറ്റ്സ് കോൺട്രവേഴ്ഷ്യൽ ഫിഗർ. ദീസ് ആർ ജസ്റ്റ് എ ഫ്യൂ മോർ പോയിന്റ്സ് അബൌട്ട് ദി മെനി ദാറ്റ് മേക്ക് ദിസ് ബുക്ക് എ നോട്ടബിൾ വൺ. അപ്പോൾ ഇത് അദ്ദേഹം ആമുഖത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് വളരെ ചുരുക്കം പോയിന്റ്സ് മാത്രമാണ്. അപ്പോൾ അതിലുപരിയായിട്ട് ഒരുപാട് പോയിന്റ്സ് മിസ്റ്റർ ക്രോക്കറിൻ്റെ ബുക്കിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബുക്കിനെ കുറിച്ച് പറയുന്ന ഒരു ആമുഖമാണ് ഈ ഒരു കാര്യം എന്നുള്ളത് ഓർക്കാട്ടോ. വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ആ ലെങ്ത്തിൽ തന്നെ കാണണമല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്ത് ചെയ്യാതെ ഒറ്റ സ്ട്രെസ്സിൽ തന്നെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു.